സിനിമ നിർമ്മിച്ച് കടക്കെണിയിലാണെന്ന് തുറന്നു പറഞ്ഞ് നടൻ സുബീഷ് സുധി. സാമ്പത്തിക ബാധ്യത മൂലം 2 തവണ ജീവനൊടുക്കാൻ ശ്രമിച്ചെന്നും സുഹൃത്തുക്കളുടെ ഇടപെടലിലൂടെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയതെന്നും സുബീഷ് സുധി വെളിപ്പെടുത്തി. തന്റെ ഫോണിലേക്ക് ഇപ്പോൾ താൻ കടം വാങ്ങിയവർ മാത്രമാണ് വിളിക്കാറുള്ളത്. നേരായ വഴിയിൽ പൈസ ഉണ്ടാക്കി കടം വീട്ടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്ന് സുബീഷ് സുധി വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: വലിയ സ്വപ്നങ്ങൾക്ക് പുറമെ പോയി ജീവിതം മുന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന ഞാൻ 80ഓളം സിനിമകളിൽ അഭിനയിച്ചു. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പടത്തിൽ നായകനായി. ഞാനും എന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് നിർമ്മിച്ചത്. 2024 മാർച്ച് 8-ന് പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും തിയേറ്റർ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. പിന്നെ നോമ്പുമാസവും പരീക്ഷയുമായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും പടം കണ്ടവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാ റിവ്യൂവേഴ്സും നല്ല സിനിമയാണെന്ന് പറഞ്ഞു. മാധ്യമങ്ങൾ 5-ൽ 4 സ്റ്റാർ തന്നു. എന്റെ ഭാഗ്യക്കേടുകൊണ്ട് ആ സിനിമ സാമ്പത്തികമായി വിജയിച്ചില്ല. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പ്രശ്നങ്ങളായിരുന്നു. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം സിനിമയുടെ പേരിൽ നിന്ന് ഭാരതം സെൻസർ ബോർഡ് കട്ട് ചെയ്തു. റിലീസിന് 2 ദിവസം മുന്നേ തിരക്കഥാകൃത്ത് നിസാം ക മരണപ്പെട്ടു. പിന്നെ ഈ സിനിമ വിൽക്കാൻ ബോംബെയിൽ പോയി. അവിടെ കുറെ ഏജന്റുമാർ പൈസ വാങ്ങി പറ്റിച്ചു എന്നല്ലാതെ ഒന്നും നടന്നില്ല. ഞാൻ നേരായ വഴിയിൽ പൈസ ഉണ്ടാക്കി ഈ സിനിമയുടെ കടം വീട്ടാൻ ഒരുപാട് ശ്രമിച്ചു. അതും നടക്കാതെ പോയി. ഞാൻ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്റെ വീട് ജപ്തിയിലാണ്. സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് തന്നവർ എനിക്കെതിരെ കേസ് കൊടുത്തു. അത് വാറണ്ടായി. എന്നെ എപ്പോൾ വേണമെങ്കിലും ജയിലിലിടുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ എന്റെ ഫോണിലേക്ക് പൈസ കൊടുക്കാനുള്ളവരുടെ ഫോൺ കോൾ മാത്രമേ വരാറുള്ളൂ. എന്റെ നല്ല കാലത്ത് കൂടെയുണ്ടായവർ എന്റെ ഫോൺ പോലും എടുക്കാതായി. ഒരു ദിവസം 40ഓളം കോളുകളാണ് വരുന്നത്. പിടിച്ചു നിൽക്കാനാവാതെ 2 തവണ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചു. എന്നെ ദൈവത്തിന് പോലും വേണ്ട. ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുന്നേ ഞാൻ 2-3 സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവരിലാരോ കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ അറിയിക്കുകയും എന്നെ അവിടെ നിന്ന് വിളിപ്പിക്കുകയും ചെയ്തു. അശ്വതി മാഡം എന്റെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കുകയും നിങ്ങളെ ആരെങ്കിലും സഹായിക്കാതിരിക്കില്ല, ജീവിതത്തിൽ ധൈര്യമായി മുന്നോട്ടു പോകൂ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഈ നല്ല സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിച്ച സതീഷേട്ടനും വർക്കിച്ചനും സാമ്പത്തിക ബാധ്യതയിലാണ്. എന്റെ പടത്തിന്റെ പ്രൊഡ്യൂസർമാരും സമാനാവസ്ഥയിലാണ്. ഒരു അടി പോലും മുന്നോട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തു ചെയ്യണമെന്നും അറിയില്ല. ആരെങ്കിലും സഹായിക്കുമോ എന്നറിയില്ല. പക്ഷെ പ്രതീക്ഷയുണ്ട്. അതിജീവനത്തിന്റെ വീര ഇതിഹാസം രചിച്ച കേരളമേ കൂടെ ഉണ്ടാകണം. കൈവിടരുത്, കനിവുണ്ടാകണം എന്നും സുബീഷ് സുധി പറയുന്നു.